നോക്കുകയാണെങ്കിൽ ഇവിടെ മോഹൻലാൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവരുടെ ആഘോഷ പരിപാടി. എല്ലാവരും വലിയ ആവേശത്തിലാണ്. എല്ലാവരും എമ്പുരാന് വേണ്ടിയിട്ടുള്ള ആവേശത്തിലാണ്. എന്തായാലും കൃത്യം 6 മണിക്ക് തന്നെ ഇവരുടെ ഫാൻസ് നടന്ന് നമുക്ക് ഇവരുടെ ആവേശം എല്ലാവരും കാത്തിരിക്കുന്നത് ഈ രാവിലെ 6 മണിക്ക് വേണ്ടിയുള്ള ഷോയ്ക്കാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എത്രമാത്രം ആവേശമുണ്ട്? എന്താണ് നിങ്ങളുടെ പരിപാടി? എന്നാണ് ഫുൾ ആവേശത്തിലാണ് നമ്മളെല്ലാവരും. ഈ എമ്പുരാനെ വരവേൽക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങി കഴിഞ്ഞു. ഫുൾ എൻജോയ്മെന്റ് ആണ് നമ്മൾ. നിങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് ഇവിടെ പ്ലാൻ ചെയ്തത്? ഇന്ന് ഫുൾ നൈറ്റ് DJ ആണ്. തിരുവനന്തപുരത്ത് തന്നെ 3 DJ നടക്കുന്നു. നെടുമങ്ങാട്, 1 പാറശാല, 1 തിരുവനന്തപുരം സെന്റർ. 3 DJ ആയിട്ടാണ് തുടങ്ങുന്നത് നമ്മൾ. ഈ ആവേശത്തെ എന്താണ് ഒരു കടലാണ് നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്രയും പേര്? അപ്പോൾ ഇതൊന്നും അല്ല, 3 ദിവസം ഉറക്കവും വെള്ളമില്ലാതെ എല്ലാ തിയേറ്ററിലും ഫ്ലക്സും കാര്യങ്ങളും വെച്ച് നമ്മൾ എൻജോയ് വേണ്ടി നിൽക്കുന്നത്. ചേട്ടാ, എന്താണ് ആവേശം? എന്ത് പ്രതീക്ഷയുണ്ട് എമ്പുരാനില്? പ്രതീക്ഷകളെ ഉള്ളൂ. പൊളിച്ചടുക്കിയിരിക്കും ഞങ്ങള്. എത്ര DC ഫുൾ ഉണ്ടാവും? ഇന്നത്തെ DC ഫുൾ ഉണ്ടായിരിക്കും. പിന്നെ രാത്രി തുടക്കം മാത്രമാണ് ഇത്. ബാക്കിയെല്ലാം നാളെ. വില്ലൻ ആരൊക്കെയാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലപ്പുണ്ട്. വില്ലനെ ആരൊക്കെയാണെന്നൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ച? സസ്പെൻസ് ആണ്, എല്ലാം സസ്പെൻസ് ആണ്. ഞങ്ങൾ വളരെയധികം ആവേശത്തിലാണ്. നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ആർപ്പ് വിളിക്കോ? മഞ്ജുഷ, ഇവിടെ നമ്മള് തിരുവനന്തപുരം പാറ്റൂർ ആർടെക് മോളിന് മുന്നിലാണ്. ഇവിടെ കൃത്യം നമ്മൾ കാണാൻ തന്നെ ഇവിടെ പരിപാടികൾ ആരംഭിച്ചിട്ട് പോലും ഇല്ല. അതിനു മുമ്പ് തന്നെ ഫാൻസുകാർ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും അത്രയും മാത്രം ഹൈപ്പിൽ റിലീസാകുന്ന ഒരു സിനിമ, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ആരാധകരൊക്കെ. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഫാൻസിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഇവിടെ DJ സംഘടിപ്പിക്കുന്നത്. ആവേശത്തിലാണ് എല്ലാവരും. സത്യം പറയുകയാണെങ്കിൽ ഒന്നും കേൾക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അത്രമാത്രം ആവേശം നിൽക്കുകയാണ്. എന്തായാലും മാർച്ച് നാളെ ഒരുപാട് നാളുകൾ, ഏകദേശം 6 വർഷത്തെ കാത്തിരിപ്പാണ് ഇത്. നമുക്ക് കുറച്ചുകൂടെ ചോദിക്കാം. ചേട്ടാ, 6 വർഷത്തെ കാത്തിരിപ്പാണ് ഈ രണ്ടാം ഭാഗത്ത്. പൊളിക്കണ്ടേ? പിന്നെ 100% അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു നമ്മള്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ ഏതായാലും അടിച്ചു പൊളിക്കാൻ തന്നെ നമ്മൾ തീരുമാനിച്ചു. സസ്പെൻസുകളൊക്കെ നമുക്കും അത് പ്രതീക്ഷയിലാണ് നമ്മളും കാത്തിരിക്കുന്നത്. 4-5 സസ്പെൻസ് കൂടുതലുണ്ടെന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയില്ല. എന്തായാലും ഫുൾ വൈബിലാണ് നമ്മൾ ഓണാണ്. എന്തായാലും പടം ബമ്പർ ഹിറ്റ് ആയിരിക്കും. ഒരുപാട് ആരാധകർ. നമുക്ക് അവരെ ടിക്കറ്റ് കിട്ടിയോ ചോദിക്കാം. നാളത്തേക്ക് ടിക്കറ്റ് എല്ലാവരും ചേർന്ന് വലിയ ഓണത്തിൽ നിൽക്കുകയാണ്. ഏകദേശം 6 വർഷത്തെ കാത്തിരിപ്പാണ് രണ്ടാമത്തെ പ്രത്യേകിച്ച് എമ്പുരാനെ പോലുള്ള സിനിമയ്ക്കായിട്ടുള്ള കാത്തിരിപ്പ്. ഒരുപാട് സർപ്രൈസുകൾ ഇപ്പോൾ നിൽക്കുകയാണ്. ഒരുപക്ഷെ മലയാള സിനിമയുടെ തന്നെ ഏറ്റവും വലിയ ഒരു റിലീസ്, പ്രീ റിലീസ് ബുക്കിംഗോടെ തന്നെയാണ് എമ്പുരാൻ എത്തുന്നത്. അത് ആവേശമാക്കുകയും കൂടിയാണ്. ലാലേട്ടൻ ആരാധകർ എന്നത് ഈ അവസരത്തിൽ പറയേണ്ടി വരും. ഒരുപാട് DJ പരിപാടികൾ കൃത്യമായി കുറെ കാര്യങ്ങൾ ഇവർ ആവിഷ്കരിക്കുന്നുണ്ട്. അതിലെല്ലാം തുടക്കം കുറിക്കുക മാത്രമാണ് നിലവിൽ. ഓരോ തിയേറ്ററുകളുടെ മുന്നിൽ പോലും ആഘോഷ പരിപാടികൾ, പടക്കം പൊട്ടിക്കുന്നത് ഉൾപ്പെടെ അങ്ങനെ ആവേശത്തിമിർപ്പിലാണ് ആരാധകർ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന രീതിയിൽ എല്ലാവരും ഇവിടെ എത്തി തുടങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ആരാധകർ മാത്രമല്ല, ഈ ബഹളം കണ്ട് പുറത്ത് നിൽക്കുന്ന ആളുകൾ പോലും ഇവിടെ വന്ന് ഈ DJയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. കൃത്യമായ ആരാധകർ അത്ര നാൾ കാത്തിരുന്ന ലൂസിഫർ പോലൊരു സിനിമയുടെ രണ്ടാം ഭാഗത്തിനായി ഒരു 6 വർഷത്തെ കാത്തിരിപ്പ്. ആ 6 വർഷത്തെ കൃത്യമായി ഏവരും ആഘോഷമാക്കുകയാണ് ഇവിടെ കേരളം ഒട്ടാകെ. ഇപ്പൊ തന്നെ കൊച്ചിയിൽ നിലവിൽ പ്രസ് മീറ്റ് നടക്കുമ്പോൾ പോലും ഒരു ഭാഗത്ത് പ്രസ് മീറ്റ് നടക്കുമ്പോൾ മറുഭാഗത്ത് ആരാധകർ ഏറ്റെടുക്കുകയാണ് ഈ സിനിമ. നമ്മൾ ബുക്കിംഗ് തന്നെ കണ്ടതാണ്. ഇന്ത്യൻ സിനിമാ ലോകം പോലും ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ബുക്കിംഗ്. 24 മണിക്കൂർ കൊണ്ട് 6,45,000-ൽ പരം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ വഴി മാത്രം ബുക്ക് ചെയ്യപ്പെട്ട അപൂർവങ്ങളിൽ അപൂർവമായ റെക്കോർഡ്. ആ റെക്കോർഡിന് ഏത് സിനിമ തിരുത്തി കുറിക്കുമെന്ന് പോലും അറിയില്ല. പക്ഷേ മലയാളത്തിന്റെ മോഹൻലാൽ ഇറങ്ങി തിരിച്ചാൽ ഇന്ത്യൻ സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ മാറി
കേൾക്കുമെന്ന് പറയുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ വാർത്ത വന്നത്. എന്തായാലും ആഘോഷത്തിൽ എല്ലാവരും തുടങ്ങുക, പ്രത്യേകിച്ച് ആരാധകർ ഉൾപ്പെടെ ഉള്ളവർ. ഇന്ന് രാത്രിയും ഈ DJയും ഈ ഓളവും എല്ലാം തന്നെ ഉണ്ടാകും. ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഹൈപ്പിൽ എമ്പുരാൻ റിലീസിനെത്തുമ്പോൾ നാളെ രാവിലെ കൃത്യം 6 മണിക്ക് 6 വർഷത്തെ കാത്തിരിപ്പ് നാളെ 6 മണിക്ക് കൃത്യം ഉത്തരം കിട്ടുമെന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നതും ഈ ആരാധകരുടെ ആവേശം തന്നെയാണ്. ആ ആവേശം അത്രമാത്രം കടലോളം ആകാശത്തോളം തന്നെയാണ്.